സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇന്ന് പ്രവേശനോത്സവം നടന്നപ്പോൾ പാലക്കാട് പടലിക്കാട് സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനം സ്കൂളിൽ കയറാനായില്ല. ഖോ അക്കാദമിയുടെ നിർമ്മാണത്തിനായി കുഴിച്ച കുഴികൾ സ്കൂൾ മുറ്റത്ത് അപകടക്കെണിയായതോടെ പ്രദേശത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ കയറി ചെല്ലേണ്ട അവസ്ഥയിലായി വിദ്യാർത്ഥികൾ. അധികൃതരുടെ വീഴ്ചയാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും BJPയും ആരോപിച്ചു. വർണ്ണാഭമായി അലങ്കരിച്ച സ്കൂളുകളിലേക്കാണ് സംസ്ഥാനത്തൊട്ടുക്ക് ഇന്ന് വിദ്യാർത്ഥികൾ ചുവടുവെച്ചതെങ്കിൽ പാലക്കാട് പടലിക്കാട്ടെ വിദ്യാർത്ഥികൾ ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കയറി ചെല്ലേണ്ട ഗതികേടിലായിരുന്നു ഇന്ന്. പടലിക്കാട് സർക്കാർ LP സ്കൂളിൻ്റെ മുറ്റത്ത് ഖോ അക്കാദമിയുടെ നിർമ്മാണത്തിനായി കുഴിച്ച കുഴികൾ അപകടക്കെണിയായതോടെയാണ് പ്രവേശനോത്സവം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. സ്കൂളിൽ അവിടെ കുഴിയൊക്കെ കുഴിച്ചു കാരണം കുട്ടികൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത് പറഞ്ഞു. ഞങ്ങൾ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലായിരുന്നു. പിന്നെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു. അപ്പോൾ അവിടെ കുഴിയെ കുഴിച്ച് അബദ്ധവശാൽ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അതൊരു ഇത് കാരണം സ്കൂളിൽ ഞങ്ങൾക്ക് പരിഹരിക്കണം. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് എന്തായാലും അവിടെ വേണം. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ അവർക്കൊരു ബോർഡ് വെക്കണം, അവർക്ക് പഠിപ്പിക്കാൻ. ഇങ്ങനെ വായിൽ പറഞ്ഞു കൊടുത്തൊന്നും അറിയില്ലല്ലോ, എന്തായാലും ഒരു ബോർഡിൽ എഴുതി കൊടുത്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇവരിതൊക്കെ മാറ്റി തരണ്ടേ ഞങ്ങൾക്ക് സ്കൂൾ തന്നെ എന്തെന്നായാലും വേണം. എന്നാൽ പിന്നെ ഇവർ 2 മാസം വെക്കേഷനിൽ എന്നാൽ പറയണ്ടേ ഞങ്ങൾക്കൊന്ന് ഇവിടെ എങ്ങനെ കുഴി കുത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ അപ്പം പറയാമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ സ്കൂൾ ഇന്ന് നാളെ തുറക്കുകയാണ് പറഞ്ഞാൽ പ്രവേശനോത്സവം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നേരത്തെ കാലത്തെ ഒരാഴ്ച മുന്നേ കുഴി കുത്തി വെച്ച് ഞങ്ങൾ എന്താ ചെയ്യുക? എന്നാൽ കമ്മ്യൂണിറ്റി ഹാളിൽ 4 ഡിവിഷനുകളിലായുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉള്ളത് ഒരേ ഒരു ശൗചാലയം മാത്രമല്ല കമ്മ്യൂണിറ്റി ഹാളിൽ സുരക്ഷ കുറവാണെന്നും മലമ്പുഴ MLA A പ്രഭാകരനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറ്റുമെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ മതിയെന്ന് പറഞ്ഞതായും രക്ഷിതാക്കൾ പറയുന്നു. പിന്നെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നൊരു ഇവിടെ പ്രവേശനോത്സവം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാളിലേക്കല്ല വിടുന്നത്, സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വിടാൻ പറ്റുന്നവർ മാത്രം വിട്ടാൽ മതി, അല്ലാത്തവരുടെ വീട്ടിലിരുത്താൻ പറഞ്ഞു. അങ്ങനെ പറയാൻ ഇന്നലെ അവിടെ മീറ്റിങ്ങിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഒരു സുരക്ഷിതമായി സ്കൂളിൽ എത്തണം. കാരണം ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ ഓരോരോ ഇന്നലെ ഭയങ്കര പ്രശ്നമായി. അവിടെ ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്നലെ എല്ലാവരും അത് ഞങ്ങളുടെ അമ്മമാരത് ചാടി കളിക്കുകയായിരുന്നു. ഭയങ്കര പ്രശ്നമായി. MLA സാറൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, പ്രഭാകർ സാറുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ചെറുതായി ചൂടായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ അമ്മമാർ ഞങ്ങളുടെ മക്കളുടെ ആശങ്കയാണ് ഞങ്ങളവിടെ ഇന്നലെ പറഞ്ഞത്. അവരെ ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ട പരം അവരും ചൂടായിട്ട് സംസാരിച്ചത്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമെന്നറിയാമായിരുന്നിട്ടും കുട്ടികളോട് കാണിച്ചത് വലിയ ക്രൂരതയാണെന്നും സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഒരു പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം തന്നെ ഇല്ലാതാക്കിയിട്ട് അവർ അധ്യയനം തന്നെ മുടക്കിയിട്ടല്ലല്ലോ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത്. അപ്പോൾ ഇന്നലെ വലിയ പ്രതിഷേധമുയർന്ന സമയത്ത് മാത്രമാണ് സർക്കാരും MLAയും എല്ലാം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നലെ PTA മീറ്റിങ്ങിലെല്ലാം ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്, മാതാപിതാക്കളെയും രക്ഷിതാക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് MLAയും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ പെരുമാറിയത്. സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനമായതിനാലാണ് പ്രതിഷേധം ഒഴിവാക്കിയതെന്നും പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും BJP വ്യക്തമാക്കി. ജനം, പാലക്കാട്.